നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ FC ഗോവയ്ക്കെതിരെ കളിക്കാനിറങ്ങിയാണ്. പ്ലേ ഓഫിന് ഇനി സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ നേരിയ സാധ്യതയാണ് ഇപ്പോഴുള്ളത്. റിയലിസ്റ്റിക്കലി അത് പോസിബിൾ ആണോ എന്നത് സംശയമാണ്. എന്തായാലും ആരാധകർ ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ്. നാളെ FC ഗോവയ്ക്കെതിരെ ഒരു വിജയം നേടാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു സന്തോഷമായിരിക്കും ആരാധകർക്ക് ഉണ്ടാവുക. പക്ഷേ ഗോവയിൽ പോയിട്ട് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിട്ട് കാലം കുറേയായി എന്നതും ഓർക്കുക. നമ്മളിപ്പോൾ കളിക്ക് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കുകയാണ്. FC ഗോവയ്ക്കെതിരെയുള്ള കളിക്ക് മുമ്പ് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ലാസ്റ്റ് മാച്ചിൽ എന്ന് പറഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ലാസ്റ്റ് മത്സരത്തിൽ എല്ലാ ആസ്പെക്റ്റിലും ഗെയിമിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും ഞങ്ങൾ ഡൊമിനേറ്റ് ചെയ്തിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അവസരങ്ങൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും നമ്മുടെ അറ്റാക്കിംഗ് ഫുട്ബോൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും. നമ്മുടെ ഡിഫൻസ് ഒരു ടീം എന്ന നിലയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. നമ്മൾ അതിലാണ് വർക്ക് ചെയ്യുന്നത്. FC ഗോവയ്ക്കെതിരെയുള്ള കളി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് വെരി ഡിഫിക്കൽട്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഒരു വിജയം നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. എല്ലാ സാധ്യതകളും നമ്മൾ നോക്കുകയാണ്. വി ആർ ലുക്കിംഗ് ഫോർ ഓൾ പോസിബിലിറ്റീസ്. ആൻഡ് കഴിഞ്ഞ മത്സരത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ലാക്ക് ചെയ്തത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. വി ആർ പ്രിപ്പയറിങ് ഫോർ ദാറ്റ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് മുന്നിലേക്ക് വരുന്ന എല്ലാ ഡിഫിക്കൽട്ടീസും നമുക്ക് ഓവർകം ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് എന്നാണ് ഇപ്പോൾ കോച്ച് TG പുരുഷോത്തമൻ പറയുന്നത്. എന്തായാലും അദ്ദേഹം ആത്മവിശ്വാസത്തിലാണ്. ഗോവയിൽ പോയി ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ ബൂസ്റ്റ് ആയിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.